ഒരു ഗുണവുമില്ല. മമ്മൂട്ടി എന്നൊരാൾക്ക് ഒരു പത്മശ്രീ കിട്ടുക എന്നുള്ളത് മമ്മൂട്ടിയുടെ ഒരു അല്ലെങ്കിൽ ദേശീയ അവാർഡിന് വേണ്ടിയിട്ട് ഒരു പണം അയച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്ന് അയച്ചിട്ട് അത് മമ്മൂട്ടി അയച്ചതാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങോട്ട് എത്തിയില്ല എന്നുള്ള കാര്യങ്ങൾ വരെ കേട്ടു അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന്. അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലായ്മ അല്ലെങ്കിൽ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഈ സിനിമ ചെയ്യുമ്പോഴാണോ ചോദിക്കുന്നത്? സിനിമ ചെയ്താലും ഏത് അങ്ങനെയുള്ള മറ്റുള്ള സംവിധായകൻ എന്ന നിലയിൽ മറ്റുള്ളവരിൽ നിന്ന് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ വല്ല സിനിമ ഇനി ചെയ്യാൻ പോകുന്ന സിനിമകൾക്ക് അങ്ങനെ ഉണ്ടാവുമോ എന്നുള്ള അറിയില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ച് ഇത്തരം ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലായ്മയുടെ ഒരു പ്രവണത ഏറി വരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അത് നമുക്ക് സ്വന്തം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ അത് നമുക്കത് സമ്മതിച്ചു തരാൻ പറ്റൂ എന്നുള്ള നിലപാട് എനിക്കില്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ജാനകി എന്ന പേരിന്റെ പുറത്ത് 2 സിനിമകളാണ് തടയപ്പെട്ടത്. ഒന്ന് പത്മകുമാറിന്റെ സിനിമ, ഒന്ന് JSK. അങ്ങനെ പേരിന്റെ പേര് കൊണ്ട് പിന്നെ പ്രശ്നങ്ങൾ സിനിമയിൽ ഉടലെടുക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ല, ഞങ്ങൾ ഈ ജഗള എന്ന് പറഞ്ഞ സിനിമ ആദ്യം തന്നെ അങ്ങനത്തെ ഒരു വിവാദം ഉണ്ടാകുന്ന പേര് ഇടണ്ടെന്ന് ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സിനിമയ്ക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ പറയുന്ന പോലെ മറ്റ് സിനിമകൾക്ക് ഇപ്പോൾ ഒരു പേരിന്റെ പേരിൽ ഒരു സിനിമ തടയപ്പെടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൻസർ ബോർഡ് അതിന് അതിന്റെ അനുമതി നിഷേധിക്കുക എന്ന് പറയുന്നതോട് വിയോജിപ്പ് തന്നെയാണ്. അതാണ് ആദ്യം ചോദിച്ചത്. ലഹള എന്നുള്ള പേര് ഇട്ട് കഴിഞ്ഞുള്ള പ്രശ്നമാണ് ചെറുതായിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അല്ല, ലഹള എന്നുള്ള പേര് ചോദിച്ചോണ്ട് പറയാം. ലഹള എന്നുള്ള പേര് ഇടാൻ പേടിച്ചിട്ട് ലഹള എന്നിട്ടതല്ല, യാതിരുന്നതല്ല. ജഗള എന്ന് പറഞ്ഞത് ആ കാലഘട്ടത്തിൽ കൊളോക്കൽ ലാംഗ്വേജ് ആണ് പറഞ്ഞു തരുന്നത്. ഞങ്ങൾ അതിന്റെ ഒരു പുതുമയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ലഹള. അല്ല, ലഹള ഇടാൻ പേടിച്ചിട്ടല്ല, പേടി കൊണ്ട് ജഗള എന്ന് മാറ്റിയതല്ല. പ്രൊഡ്യൂസറോടാണ് മലബാർ കലാപം, അതാണല്ലോ നിങ്ങളുടെ സിനിമയുടെ അത് ബേസ് ചെയ്തിട്ടുള്ള കഥയാണ്. അപ്പോൾ ഈ മലബാർ കലാപത്തിൽ ഏറ്റവും മുന്നിൽ ഇരുന്ന ഒരു പേരാണ് വാരികുന്നത്ത് കുഞ്ഞമ്മദ് ഹാജി. ആ ഒരു പേര് വെച്ചിട്ട് ഇവിടെ ആഷിഖ് പൃഥ്വിരാജിന് വെച്ചൊരു സിനിമ അനൗൺസ് ചെയ്തിരുന്നു. ആ സിനിമ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ആ വഴിക്ക് പോയി. അപ്പോൾ നിങ്ങളുടെ സിനിമയില് ഈ വാരികുന്നത്തിന്റെ എന്തെങ്കിലും ഒരു കഥ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സിനിമയെ ബാധിക്കുമെന്നുള്ള പേടി അങ്ങനെയുണ്ടോ? അല്ലെങ്കിൽ ഈ ലഹളയുടെ ഈ കാര്യം പറയുമ്പോൾ എന്തായാലും ആ കഥയിൽ എന്തെങ്കിലും ഒരു സാധനം മെൻഷൻ ചെയ്തേ പോകേണ്ടി വരും സ്വാഭാവികമായിട്ട്. നമുക്ക് പടം കണ്ടിട്ടില്ല, ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ഞാനാണോ പറയുന്നത്? പ്രൊഡ്യൂസർ അല്ല, ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞല്ലോ, ഈ ജഗള ലഹള എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ അത് തൊട്ടാൽ പൊള്ളുന്നൊരു വിഷയമാണ്. പിന്നെ അന്നത്തെ ഈ പശ്ചാത്തലത്തിലൊരു കഥ പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ വാരികുന്നത്ത് അഹമ്മദ് ഹാജി തീർച്ചയായിട്ടും ആ സിനിമയിലുണ്ടാവും. അത് ചിലപ്പോൾ അതിൽ കഥാപാത്രമായിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ജീവിച്ചിരുന്ന ഒരാളെ പരാമർശിക്കാതെ ഒരിക്കലും ഈ സിനിമ മുന്നോട്ട് പോവില്ല. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഇതിൽ തിരക്കഥ എഴുതിയ നമ്മുടെ ഡയറക്ടർക്ക് തന്നെ കൂടുതൽ പറയാനുണ്ടാവും തോന്നുന്നത് അദ്ദേഹത്തിന്.